ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും അർത്ഥമായ സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും, തറവാട്ട് മൂർത്തികൾ എന്തുകൊണ്ട് അനുഗ്രഹിക്കുന്നില്ല. അതിനുശേഷം തറവാട്ട് മൂർത്തികളുണ്ടായിരുന്ന കാളിയും ചാത്തനെ പറ്റിയും 390 കുലങ്ങളിലെ ശാസ്താക്കന്മാരെ പറ്റി, പിന്നെ ഈ മൂർത്തികളൊക്കെ ഉപാസിച്ച് സേവിച്ച് കൊണ്ടുവന്ന് വച്ച മുത്തപ്പന്മാരെ പറ്റി, ആ മുത്തപ്പനെ നമ്മൾ അവിടെ നിന്ന് നേടിയെടുക്കണം, അവിടെ നിന്ന് നമ്മൾ അവരെ മോക്ഷം കൊടുക്കുന്ന ഒരു രീതിയെ പറ്റി, ബലികർമ്മ മോക്ഷം. ഇനി നമ്മൾ പറയുന്നത്, അപ്പോൾ ഒരു കാർന്നോര് അല്ലെങ്കിൽ ഒരു മുത്തപ്പൻ ബാസി സേവിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ ആ മൂർത്തികൾക്ക് പവർ എങ്ങനെ വരും? ഇപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഗുരുതി പൂജ, ഇതിനും ഗുരുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. കുടുംബക്ഷേത്രത്തിലെ ബലികർമ്മം അല്ലെങ്കിൽ ഗുരുതി പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കുടുംബക്ഷേത്രത്തിലെ ഗുരുതി പൂജ അല്ലെങ്കിൽ ബലികർമ്മം എന്നൊക്കെ പറയുന്ന ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഇന്ന് പല സ്ഥലങ്ങളിലും ഗുരുതി, കോഴിവെട്ട് പോലെയുള്ള കാര്യങ്ങൾ വെട്ടി ചോര ഒഴിക്കുന്നത് ആ കുടുംബപരദേവതയുടെ വിഗ്രഹത്തിലോ അല്ലെങ്കിൽ അതിലെ പീഠത്തിലോ ഒക്കെയാണ്. അതുകൊണ്ട് ഇരിക്കുന്ന മൂർത്തി സ്വീകരിക്കുകയോ, അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആർക്കാണ് ഇത് കൊടുക്കേണ്ടത്? ആരാണ് ഇത് സ്വീകരിക്കേണ്ടത്? എന്തിനാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ നിങ്ങളുടെ മുത്തപ്പന്മാരെ പറ്റി പറഞ്ഞു, മുത്തപ്പന്മാർ കൊണ്ടുവന്ന ദേവതകളെ പറ്റിയൊക്കെ പറഞ്ഞതാണ് മുൻപുള്ള വീഡിയോസിൽ. എന്തുകൊണ്ടാണ് കുടുംബക്ഷേത്രങ്ങൾ നശിച്ചു പോകാനുള്ള കാരണങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വളരെയധികം കാര്യങ്ങൾ മുൻപത്തെ വീഡിയോസിലൂടെ പാട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അവസാന ഭാഗമായ ഗുരുതി പൂജ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗുരുതി കൊടുക്കുന്നതിൻ്റെ കാരണം, എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. പണ്ട് കാലത്ത് പാൽപ്പായസവും കടമ്പായസവും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്ത് വന്ന ദേവതകളാണ്. നമ്മളെ മാറിയിട്ടുള്ളൂ, അവർ മാറിയിട്ടില്ല. അപ്പോൾ ഇന്ന് പലരും കോഴീനെ വെട്ടി ഗുരുതിയിൽ മുക്കി ഒക്കെ വിഗ്രഹത്തിലും പീഠത്തിലും ഒക്കെ കാണിക്കുന്നുണ്ട്. ചിലവർ കളം വരച്ചിട്ടോ കള്ളി വനാറുകളിയോ ഒക്കെ വരച്ചിട്ട് ചെയ്യുന്നതൊക്കെ കാണാം. എന്നാൽ കുടുംബക്ഷേത്രത്തിലെ അല്ലെങ്കിൽ തറവാട്ട് ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ടത്, പണ്ട് മിക്ക മുത്തപ്പന്മാരും കാർന്നവന്മാരൊക്കെ ചെയ്തിരുന്നത് വർഷത്തിലൊരിക്കൽ ദേവീദേവന്മാർക്ക് വേണ്ട പൂജാധികാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, ഈ അമ്പലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടില്ല, ക്ഷേത്രങ്ങളിൽ ബലിക്കല്ല് എന്ന് പറയുന്ന സാധനം, അതേപോലെ ഒരു കല്ല് മാറ്റിയിടാം. ആ കല്ല് എന്തിനാണ്? അത് അവിടെ ഇരിക്കുന്ന കാളിയായാലും ചാത്തനായാലും മറ്റുള്ള ദേവതകളുടെ ഭൂതഗണങ്ങൾക്കാണ് ആ സ്ഥാനം കൊടുക്കേണ്ടത്. വർഷത്തിലൊരിക്കൽ ഒരു കോഴീനെ വെട്ടി അതിലൊഴിക്കുക, അതിൻ്റെ മുകളിൽ ചെത്തുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒഴിക്കുക. ചില സ്ഥലത്ത് കോഴി വെട്ടില്ല, കോഴീൻ്റെ സമർപ്പണം മാത്രമേ ഉള്ളൂ. അത് ഓരോ
നിങ്ങളുടെ സമ്പ്രദായം നോക്കിയിട്ട് അത് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. അതും ഭൂതഗണങ്ങൾക്ക് കൊടുക്കേണ്ടത് കാളയാമത്തിലാണ് കൊടുക്കുക. അത് എല്ലാവരും ചുറ്റിപ്പറ്റി നിന്നല്ല കൊടുക്കണം. ഒരു കർമ്മിയും ഒരു പരികർമ്മിയും നിന്നാണ് ഇത് ചെയ്യേണ്ടത്. തറവാട്ടിലെ അംഗങ്ങൾ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗണങ്ങൾക്കാണ് അത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ദേവതകളോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് പോകുന്ന വ്യക്തികൾ ഗണങ്ങളാണ്. മൂർത്തി അവിടെ ഇരിക്കുള്ളൂ. അപ്പോൾ ഗണങ്ങൾക്കാണ് ഇത് കൊടുക്കേണ്ടത്. അത് ചില സ്ഥലത്തൊക്കെ 40 കോഴി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യമില്ല. അതിനൊരു ഇതുണ്ട്. ഒരു കോഴി കൂടുതൽ ഒരു വർഷത്തിലൊരിക്കലും കൊടുക്കരുത്. എന്താണെന്നറിയാമോ? എല്ലാ ഗണങ്ങൾക്കും ഒരേ രീതിയിൽ തന്നെ കൊടുക്കുക. ആദ്യം ഇവർ ആ കോഴിവെട്ടനൊക്കെ പുതിയ അമ്പലമൊക്കെ പണിത് കോഴിവെട്ടനൊക്കെ അല്ലെങ്കിൽ പതിയൊക്കെ വയ്ക്കുമ്പോൾ കോഴിവെട്ടനൊക്കെ ഒരു ഉഷാറ് വരും. ആദ്യം ഒരു 1-2 വെട്ടും. പിന്നത്തെ വർഷം 4-5 വെട്ടും. പിന്നെ 7. ഇതിനൊരു കണക്കുണ്ട്. ചിലപ്പോൾ 6 വെട്ടും. 5, 6, 7 കോഴി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് നിങ്ങളിങ്ങനെ കോഴി കൂടുതൽ വെട്ടിക്കൊണ്ടിരിക്കും. 7 എന്ന് പറയുന്ന സാധനം കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം 7, 14, 20 വെട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്നതിനൊരു കാരണമുണ്ട്. അതിന് പകരം നിങ്ങൾ ആടിനെ വെട്ടിയെന്ന് വിചാരിക്കാം. ശരിയാണ്. 7 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആടിൻ്റെ രീതിയിൽ വരിക. അപ്പോൾ 14, 15 കോഴികൾ വരിക. അപ്പോൾ ആടിന് തുല്യം. അത് കഴിഞ്ഞ് അപ്പോൾ കോഴീനെ ഒരെണ്ണം കൊടുത്താൽ അത് വർഷത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുക. കൂടുതൽ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? 7 എണ്ണം കഴിഞ്ഞു. പിന്നെ 14 അതും കഴിഞ്ഞു. അപ്പോൾ ആദ്യം കോഴീനെ കൊടുത്തു, പിന്നെ ആടിന് തുല്യമായ കോഴീനെ കൊടുത്തു, പിന്നെ എന്താ ചോദിക്കണേ? അതിനേക്കാൾ വലുതാ പോത്തിനെ ചോദിക്കും. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കില്ല. പോത്തിനെ ചോദിക്കും. അപ്പോൾ നമ്മൾ 24, 25, 30 കോഴിയൊക്കെ കിട്ടും. നമ്മളിത് അറിയാനില്ല. കാരണം ഒരുപാട് ആൾക്കാർ വന്ന് കോഴീനെ കൊടുക്കും. ഇത് എങ്ങനെ വരുന്നു എന്ന് ആരും ചെയ്യില്ല. കാരണം ഗണങ്ങളാണ്, ഭൂതഗണങ്ങളാണ്. അവർക്ക് എന്തോരം കിട്ടിയാലും മതിയാവില്ല. അപ്പോൾ നിങ്ങൾ പോത്തിന് വരെ കൊടുത്തു, അല്ലെങ്കിൽ പോത്തിൻ്റെ രീതിയിലുള്ള കോഴീനെ കൊടുത്തു എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ 14 എണ്ണം ചെയ്തുകൊണ്ടിരിക്കണേന്ന് വിചാരിച്ചാൽ പിന്നെ ഇവർക്ക് ഒരു കോഴി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതെന്താണെന്നറിയാമോ? അപ്പോൾ ഇവർ പോത്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കണ മനുഷ്യനെയാണ്. ഇത് നമുക്കറിയാമോ? അപ്പോൾ തറവാട്ടിൽ നിന്ന് ഓരോന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഇവർക്ക് അറിയില്ല. പിന്നെ കോഴിയുടെ എണ്ണം കുറയും. നമ്മൾ 1-2 വന്ന് ഇവരാണെങ്കിൽ ചോര കൊടുത്ത് നിങ്ങൾ തന്നെ കൊടുത്ത് മത്ത പിടിപ്പിച്ചേക്കണേ അല്ലേ? ഇതിൽ അവർക്ക് ഒരു കോഴി മതി. ഗണങ്ങൾക്ക് എല്ലാ ദേവീദേവന്മാരുടെ പരിവാരങ്ങൾക്ക് അല്ലെങ്കിൽ ഭൂതഗണങ്ങൾക്ക് എല്ലാം കൂടി ഒരു കോഴീനെ കൊടുത്താൽ മതി രാത്രി. അല്ലെങ്കിൽ ഒരു ഗുരുതി കൊടുത്താൽ മതി. അത് നിങ്ങൾ സമ്പ്രദായം ഏതാണെന്ന് നോക്കിയിട്ട് വേണം അത് നോക്കാനായിട്ട്. ഞാനിപ്പോൾ പാരമ്പര്യമായിട്ട് ഇപ്പോൾ പണ്ടേ മുതലുള്ളൊരു സംഭവം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്താണ് അത് ചെയ്യേണ്ടത്? ചിലർ ഗുരുതി മാത്രം കലയിലൊഴിക്കും, അതിൻ്റെ മുകളിൽ ഇത് ഒഴിക്കും. ചിലർ ഈ ചുവന്ന മദ്യമൊക്കെ ഒഴിക്കും. അതൊന്നും പാടില്ല. വെറുതെ ഏത് കാലത്താണ് ചുവന്ന മദ്യം ഉണ്ടായത്? അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ കൊടുത്ത് ശീലിച്ചാൽ പിന്നെ നമ്മൾ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇത് എന്താണെന്ന് ഒരു പിടിയും കിട്ടില്ല. അംഗങ്ങളെ എണ്ണം കുറയും, തലമുറ നാശം വരും, അവർ തന്നെ എടുത്തുകൊണ്ട് പോകും. ഇതൊക്കെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാനാണ്. അപ്പോൾ ഒരു കോഴി വിരിക്കുക, ആ കല്ലുമ്പോൾ സാധാരണ ഒരു കല്ല് റൗണ്ടോ കൊത്തുകല്ലോ എന്നൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം പെട്ടെന്ന് ഫലം കിട്ടും. അല്ലാണ്ട് എണ്ണം കൂട്ടിയതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഇത് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉപാസന ഇതൊക്കെ വന്ന് അത്രയും മനനം ചെയ്യണം. മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഇല്ലെങ്കിൽ പിൽക്കാലത്ത് തലമുറ നാശം വന്ന് ഒരു തിരി പോലും കത്തിക്കാൻ പറ്റാത്ത തറവാട്ട് ക്ഷേത്രങ്ങളായി നമ്മൾ പരിണമിക്കും. ഇത്രേ ഇതിലുള്ളൂ. അപ്പോഴാണ് മൂർത്തികൾക്ക് പവർ കൂടുന്ന ഗണങ്ങളാണ്.
മൂർത്തിനോട്. പിന്നെ ഇങ്ങനെ നിങ്ങൾ കല്ല് വയ്ക്കുമ്പോൾ ഒരു ഇതുള്ളത്, നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു, ഒരു ശാരീരികമായ ബുദ്ധിമുട്ട്, ഒരു ബാധാദോഷം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ശത്രുദോഷം വന്നു, ഒരു നാളികേരം എടുത്ത് ആ ദേവൻ്റെ മുന്നിൽ ഗുരുദേവൻ്റെ മുത്തപ്പൻ്റെ അല്ലെങ്കിൽ കാർന്നോടെ പറഞ്ഞ് ഇപ്പുറത്ത് വന്ന് ദേവീനോടും കൂടി പറഞ്ഞ് ഒഴിഞ്ഞ് ആ കല്ലിലുടക്കാം. ആ പ്രശ്നം അവിടെ നിൽക്കും. അതിൻ്റെ മുകളിലൊരു കുപ്പി, ഒരു ഗ്ലാസ് കള്ളും ഒഴിക്കാം. ആ പ്രശ്നം അത് വർഷത്തിൽ നിങ്ങൾക്ക് എന്താ തറവാട്ടിലെ അംഗങ്ങൾക്ക് എന്താണ് ഇഷ്യൂവൻ, ആ ഇഷ്യൂ പറഞ്ഞ് ഒഴിഞ്ഞുടച്ച ആ വിഷയം മാറും. അതാണ് അതിൻ്റെ ആ കല്ലിൻ്റെ പവർ, ഗണങ്ങളുടെ പവർ. ഇതറിയാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതും നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ തറവാട്ട് ക്ഷേത്രങ്ങളിലെ ഒരു ഭാഗം തന്നെയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.